എൻ്റെ പേര് ബാഹുലേനാണ്. തനുവച്ചൂരം സ്വദേശിയാണ്. ദേശീയ ഗായികർ. പ്രധാനപ്പെട്ട ഒരു വാർത്ത പറയാനാണ് ഉദ്ദേശം. ഇലക്ഷൻ സമയം എത്തി. ഇനി നാളുകൾ മാത്രം എന്ന് പറയാം. 6 മാസത്തിനകത്തോ ഉണ്ടെന്ന് തന്നെ പറയാം. ഡെയിലി ബേസുകാരെ സ്ഥിരപ്പെടുത്താൻ പോകും. പല വകുപ്പുകളിലും സർക്കാർ ഓഫീസുകളിലാണ് സ്ഥിരപ്പെടുത്തുന്നത്. 6 കൊല്ലമായത്. ഇതിന് എത്ര ലക്ഷമാണ് വേണം? 6 കൊല്ലമായത് ഒരു 7 ലക്ഷം 8 ലക്ഷം സർക്കാർ ഓഫീസുകൾ സ്ഥിരപ്പെടുത്തുന്നത്. ആരാണ് സ്ഥിരപ്പെടുത്തുന്നത്? വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട് ഈ വാർത്ത. പല ഓഫീസുകളിലും ദിവസങ്ങൾ അടുക്കുന്നു. പ്രതിപക്ഷം എവിടെ പോയി? ഇത് കാണുന്നുണ്ടോ? ഈ വാർത്ത ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നു. പല ഓഫീസുകളിലും സ്ഥിരപ്പെടുത്തൽ നടക്കുന്നുണ്ട്. ഡെയിലി ബേസുകാർ ഇവർക്ക് വല്ല അർഹതയുണ്ട്? അതുമില്ല. വല്ല എന്താണ് രാഷ്ട്രീയത്തിൽ ഉദ്ദേശമുണ്ടോ? എന്നാലും ഞാനൊരു ഡെയിലി ബേസാണ്. അപ്പോൾ എത്ര കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാനും അത് കൊടുത്ത് സ്ഥിരപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ബാഹുലേനാണ്. കായിക താരമാണ്. കായിക താരങ്ങൾക്ക് എത്രയാണെന്ന് അറിയില്ല. അത് ആ വകുപ്പ് എത്രയാണെന്ന് അറിയില്ല. എന്താ നമ്മൾ അന്വേഷണവുമായി പിറ്റത്തെ ദിവസം പോകുന്നു. അപ്പോഴും ഓരോരുത്തർ കുശുകുശ പറയുന്നു. കാരണം നിങ്ങളുടെ ഫയല് ഉടൻ തന്നെ എത്തും. ഞാനിങ്ങി 3 മാസം കൂടി ഉള്ളൂ. അത് ഞാൻ ചോദിക്കാൻ വേണ്ടിയാണ്. ബാക്കിയുള്ള കായിക താരങ്ങൾക്ക് ശരിയാവൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇവരെ അന്വേഷണം ആരാണ് സ്ഥിരപ്പെടുത്തുന്നത്? അവരെ വീട് എവിടെയാണ്? അവർ ജോലി കിട്ടിയതിന് ശേഷം അവരെ സാമ്പത്തികം എങ്ങനെയാണ്? ജോലി കിട്ടിയതിന് ശേഷമുള്ള സാമ്പത്തികം എങ്ങനെയാണ്? ഇതെല്ലാം അന്വേഷിക്കേണ്ടത്. വിജിലൻസ് ഇവർക്ക് എന്തൊക്കെ ഉണ്ട്? എന്തൊക്കെ കാറുണ്ടോ? അതുപോലെ വലിയ വീട് വെച്ചിട്ടുണ്ടോ? ജോലി കിട്ടിയപ്പോൾ ഉള്ള വീട് എങ്ങനെയാണ്? പിന്നെ അതിനുശേഷമുള്ള സാമ്പത്തികം എങ്ങനെയാണ്? ഇവർക്ക് എത്ര ലക്ഷം വീതിച്ച് കിട്ടും കൊടുക്കാൻ വേണ്ടി? ഉയരന് താഴേന് കൊടുക്കാൻ വേണ്ടി എത്ര വീതിച്ച് കൊടുക്കണം? സ്ഥിരപ്പെടണോ? അതെല്ലാം നമ്മൾ നോക്കണ്ടേ? അതെല്ലാം നമ്മൾ അന്വേഷിക്കണ്ടേ? പിന്നെ അല്ലെങ്കിൽ എൻ്റെ വാർത്ത കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവരുണ്ടോ? പിന്നെ ട്രെയിനുകളിലും ചർച്ച. ഇന്ന് ഞാൻ ട്രെയിനിൽ രാവിലെ കയറിയപ്പോൾ ഇത് തന്നെ ചർച്ച. ഡെയിലി ബസ്സുകാരെ കൂട്ടത്തോടെ സ്ഥിരപ്പെടുത്തുന്നു. ഒരു മാനദണ്ഡവുമില്ലാതെ സ്ഥിരപ്പെടുത്തും. കോടതി വിധിയായിട്ടും വിധിയുണ്ടോ? ഹൈക്കോടതിന് വിധി സംവരണം നോക്കിയ സ്ഥിരപ്പെടുത്താനുള്ള ഹൈക്കോടതി വിധി പറഞ്ഞ ഡെയിലി ബേസിന് സംവരണം വേണ്ടേ? അതുകൂടി നോക്കണ്ടേ? അതില്ലാതെ സ്ഥിരപ്പെടുത്താൻ ആരാണ് തീരുമാനിച്ചത്? കോടതിയിൽ എവിഡൻസ് കാറ്റിപ്പറത്തൽ, അത് സത്യം. ഹൈക്കോടതി വിധി കാറ്റിപ്പറത്തിക്കൊണ്ട് സ്ഥിരപ്പെടുത്തിയ ഡെയിലി ബേസുകാരെ വീണ്ടും അന്വേഷണം എൻ്റെ വാർത്തയും തുടരും. കോടതിയിലൂടെ ധിക്കാരം കാണിക്കാൻ പാടില്ല. ഈ വ്യക്തികൾ അറസ്റ്റിലാവും. ഇവരെ ആദ്യത്തെ സാമ്പത്തികം എന്താണ്? അതിനുശേഷമുള്ള സാമ്പത്തികം എന്താണ്? ഇതെല്ലാം നമ്മൾ വിജിലൻസിൽ കൊടുക്കും. വിജിലൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 1-2 പേരോട്. ഇന്ന് ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ അവരും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. എൻ്റെ വാർത്ത അന്വേഷിക്കുന്നുണ്ട്. ഇത് എൻ്റെ വാർത്ത തുടങ്ങുമ്പോൾ ബാക്കിയുള്ള വാർത്തകളും തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എത്ര രൂപയാണ് വേണം സ്ഥിരമാവണമെങ്കിൽ തന്നെ ഉദ്ദേശം? ഞാൻ 3 മാസം കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് സ്ഥിരമാവണമെന്നില്ല. വേറെ ജോലി ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് എനിക്ക് പുറത്ത് പറയാൻ പറ്റത്തുള്ളൂ പല കാര്യങ്ങൾ. ഞാൻ അന്വേഷിച്ചു. പിന്നെ അവനെയൊക്കെ ഞാൻ വരെ കൊണ്ടുവരും ആദ്യം തൊട്ട്. എന്നാലും കോടതിയിൽ പോയിട്ടൊന്നും കാര്യമില്ല. ആകെ പോണവർ പോവുക. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫയലുകളൊക്കെ വെള്ളത്തിൽ കിടന്ന് ലാഞ്ചുന്നുണ്ട് കഴിവുള്ളവരൊക്കെ. 6 കൊല്ലമായാൽ എനിക്ക് ശരിയാവാന്ന്. എത്രയാണെന്ന് 5-6 ലക്ഷം തരും ഇന്നത്തെ കണക്കിന്. വീതിച്ചെടുക്കണ്ടേ? ഓരോരുത്തരും അവൻ ഉയരെ കൊടുക്കണ്ടേ? ഗവൺമെന്റിൽ ഇത്ര ലക്ഷം, അതിന്റെ താഴെ ഇത്ര ലക്ഷം, അതിന്റെ താഴെ ഇത്ര ലക്ഷം. ഇതൊക്കെ കൊടുത്താലേ അവരുമായിട്ടുള്ള സംഘടന ഉണ്ടെങ്കിൽ സ്ഥിരപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ല ഫയൽ എങ്ങനെ സ്ഥിരപ്പെടും? പണത്തിന് വേണ്ടിയില്ല ആളുകളെ കൊല്ലണല്ലേ? പിന്നെ എന്താണ് ഇവിടെ നേഴ്സറി ജീവനക്കാരവിടെ സമരം നടത്തിയിട്ട് പോലും അവര് 3000 രൂപ ചോദിച്ചിട്ട് പോലും കൊടുക്കാൻ പറ്റുന്നില്ല. കോടികൾ 1.5 ലക്ഷമോ 3.5 ലക്ഷവും കൊടുക്കുന്നുണ്ട്. പ്രതിപക്ഷം ഇത് കാണുന്നുണ്ടോ? പ്രതിപക്ഷം ഇതിന്റെ ചൂടായാക്കി ഇങ്ങനെ സ്ഥിരപ്പെടുത്തൂലല്ലോ ഡെയിലി ബസ്സുകാർ. അതാണ് നിങ്ങൾ കാണണം. പ്രതിപക്ഷം ഇതിന് ശക്തമായി പോരാടി അങ്ങനെ കഴിവുള്ളവർ സ്ഥിരപ്പെടുത്തില്ല. അല്ലാതെ പെടുത്തണ്ട. എന്താണ് അർഹതയിലാണ് ഇവരെ സ്ഥിരപ്പെടുത്തുന്നത്? ഹൈക്കോടതിയുടെ ജാതി അടിസ്ഥാനത്തിലാണ് സ്ഥിരപ്പെടുത്താൻ പറഞ്ഞത്. അതുപോലും പാലിക്കുന്നില്ല. കാറ്റിപ്പറത്തുന്നുണ്ട്. അതുപോലും ആ പേപ്പർ പോലും. എന്നിട്ടാണ് സ്ഥിരപ്പെടുത്തുന്നത്. ഈ സ്ഥിരപ്പെടുത്തുന്നവരുടെ അവരെ വീട് എവിടെയാണ്? അവരുടെ സാമ്പത്തികം എങ്ങനെയാണ്? എൻ്റെ വാർത്ത അന്വേഷിപ്പിക്കുന്നു. ഇവരുടെ സ്ഥലത്തുള്ള നാട്ടുകാരോട് ചോദിക്കുക ഇവർക്ക് എന്തൊക്കെ ഉണ്ട്, ഇവർക്ക് എങ്ങനെയാണ് ഇവർ ജോലി കിട്ടിയപ്പോൾ ഉള്ള സ്ഥിതി, അതിനുശേഷമുള്ള സ്ഥിതി. എൻ്റെ വാർത്ത അന്വേഷിച്ച് ഒളിച്ചിരുന്നെടുക്കും.
ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒളിച്ചിരുന്ന് ആ വീട്ടിൻ്റെ വാർത്ത എടുത്തു, അവൻ്റെ സാമ്പത്തികം അടുത്തുള്ളവരോട് ചോദിച്ച്, അവൻ്റെ അതിന് മുമ്പെയുള്ള സാമ്പത്തികം, അവൻ്റെ ജീവിത ചരിത്രം ഇതെല്ലാം ആദ്യം തൊട്ട് നോക്കും. എന്നിട്ട് അങ്ങോട്ട് തുടങ്ങും, ഓരോ ദിവസവും തുടങ്ങും എൻ്റെ വാർത്ത. അന്വേഷണം ഊർജിതമാക്കും. ഇനി ഇതുപോലെ കഴിവുള്ളവർക്ക് ജോലി കിട്ടിട്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, കഴിവില്ലാത്തവർ കയറി കൂടാൻ പാടില്ല ഒരിടത്ത്. അതാണ് പറഞ്ഞത്. ധീരതയോടെ പോരാടുക. 2 ദിവസം ജീവിച്ചാലും നല്ലതായിട്ട് ജീവിക്കുക. ഓ, അതാ ഒരു ഫോൺ വരുന്നു. ഓ, ഫയൽ എങ്ങോട്ട് കിടന്ന് ലാഞ്ചിന് അന്തരി അതോ അറിയാൻ പാടില്ല. അയ്യോ 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 അയ്യോ, അവിടെ നിന്നോ? അയ്യോ, ഇവിടെ എത്ര ലക്ഷം വേണം എന്നാലും ഉദ്ദേശം? അയ്യോ, അത് പറയാൻ പറ്റത്തില്ല. അയ്യോ 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 അയ്യോ, വല്ലാത്തൊരു അവതാരം. അയ്യോ, എനിക്ക് തോന്നുന്നു. അയ്യോ, പോലീസിനെ പേടിയാ പേടിയാ പേടിയാ. ഓ, പോലീസോ? എവിടുത്തെ സ്റ്റേഷനാ? അയ്യോ, എനിക്ക് പേടിയാകുന്നു. അയ്യോ, ഞാനൊരു കാർട്ട് രോഗിയാണ്, അതുകൊണ്ട് എനിക്ക് പേടിയാകും. ഓഹോ, അയ്യോ, നിങ്ങളോ? കായിക തർക്കം പേടിയാണ് കേട്ടോ, സ്വപ്നമാണ്, പേടി സ്വപ്നമാണ്. ആ തിരിഞ്ഞു നോക്കിപ്പോകുന്ന ചവിട്ടിപ്പോകുന്ന ഭൂമിയെ 2 ദിവസം ജീവിക്കുന്നത് കരുത്തിനോട് ജീവിക്കുക. ആരെയും പേടിക്കണ്ട. തനി രൂപമെടുത്താലും സത്യമെന്നാലും പുറത്തു വരും. അർഹതയുള്ളവർക്ക് സ്ഥിരപ്പെടട്ടെ, അർഹതയില്ലാത്തവർ സ്ഥിരപ്പെടുന്നത് എന്താണ്? ഇതിന് കോടതിയും വകുപ്പുകളുള്ള നിങ്ങൾ കോടതിയിൽ പോയി. മാർച്ച് കഴിയുമ്പോൾ ഡെയിലി ബേസിയറെ മിക്ക ഓഫീസുകളിലും സ്ഥിരപ്പെടുത്താൻ പോകുന്നതാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത്. മാർച്ച് ഏപ്രിൽ സമയത്ത് 2 മാസം അവധി സമയത്താണ് സ്ഥിരപ്പെടുത്തുന്നത്. ആ സമയം കൊണ്ടാണ് ഇവർ സ്ഥിരപ്പെടുത്തുന്നത്. പിന്നെ അവസാന സമയം സ്ഥിരപ്പെടുത്താൻ കിട്ടൂല എന്നറിയാം. ഇനി 6 മാസം 7 മാസത്തോളം അതിൻ്റെ പ്രതിപക്ഷം ശക്തമായി പോരാടി കഴിഞ്ഞാൽ ഇവരെയൊക്കെ സ്ഥിരപ്പെടുത്തില്ല. അർഹതയുള്ളവർ സ്ഥിരപ്പെടുത്തിട്ടെന്നാണ് ഞാൻ പറയാനുള്ളത്. എൻ്റെ വാർത്ത അന്വേഷിക്കുന്നു. ഞാൻ 3 മാസം കൂടി ഉള്ളൂ, പിന്നെ വാർത്താ ചാനലിലേക്ക് വരുന്നുണ്ട്. അതിനുശേഷം സത്യങ്ങൾ പുറത്തു വരും, ഒരു സംഭവങ്ങളും പുറത്തു വരുന്നു. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ആർക്കും അർഹതയുള്ളവർ വായിക്കട്ടെ, അതിന് എനിക്ക് സന്തോഷമുള്ളൂ. അർഹത ഇല്ലാത്തവരെ പാടില്ല. വേർപ്പുകൾ ഒഴിച്ചിട്ട് അവർ കഴിവുള്ളവർ വായിക്കട്ടെ എന്നാണ് സത്യത്തിനെ കാലമുള്ളൂ. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലയൻ.